ഈ വണ്ടിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഓണറിൻ്റെ ഈ വണ്ടിയുടെ ഇഷ്യൂ എന്തായിരുന്നടാ? ബെൻഡാണ്. ഇത് പൊട്ടിയല്ലോടാ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു NS കംപ്ലീറ്റ് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെന്താടാ കംപ്ലൈൻറ്റ്? ഡീകാർബണൈസേഷൻ ചെയ്യണം, ടൈമിംഗ് ചെയിൻ, ക്ലച്ച്, കുറേ പരിപാടിയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 lakh kilometer ടച്ച് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ എഞ്ചിനുകൾ കാണാം. അതൊരു R15 എഞ്ചിനാണ്. R15 എഞ്ചിൻ എന്താടാ കംപ്ലൈൻറ്റ്? ബോക്സിൽ കിടക്കുന്ന V4-ൻ്റെയാണ്. ഈ ഇരിക്കുന്ന V4-ൻ്റെ അല്ലേ? പിന്നെ ഇത് MG-യുടേതാണ്. ഇത് ടോട്ടൽ ലോസ് അടിച്ചൊരു വണ്ടിയുടെയാണ്. പുള്ളിക്ക് റീബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാ പിന്നെ എനക്കാവിയൊന്നുമില്ല. പിന്നെ ഇത് ഒരു MD-ക്കകത്ത് കുറച്ച് പണി കിട്ടിയാണ്. ഇതിൻ്റെ ടാങ്ക് ഒഴിച്ചു, ഗിയർ ബോക്സും ഒഴിച്ചു, ബാക്കിയെല്ലാം പോയി. പിസ്റ്റനൊക്കെ ആ V4-ൻ്റെ പിസ്റ്റൻ്റെ അവസ്ഥ ഇതാണ്. ഇതല്ലേ? കണക്ടറോടൊക്കെ ബെൻഡാണ്. ഇത് പൊട്ടിയല്ലോടാ? ഇതിൻ്റെ അകത്തും പൊട്ടി. സിലിണ്ടറിൻ്റെ സൈഡൊക്കെ ഉണ്ട്, പൊട്ടിയിട്ടുണ്ട്. പിസ്റ്റണ് നിങ്ങൾക്ക് കാണാൻ പൊട്ടിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ഒരു V4-ൻ്റെ ആണ്. ഈ വണ്ടിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഓണർ ഓയിൽ മാറ്റിയിട്ട് എത്ര ഓടിയില്ല വേറെ തന്നെ. അപ്പോൾ അവർ റീസൺ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞതാ? എനിക്കറിയത്തില്ല. അവൻ പിന്നെ അവിടെ പണിയാൻ താല്പര്യമില്ല. അതിനുശേഷം അവൻ അത് കഴിഞ്ഞിട്ട് എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരിയാക്കാൻ ഏകദേശം 40,000 രൂപയെന്ന് പറഞ്ഞല്ലേ? സ്പെയർ മാത്രം 40,000. അപ്പം അവൻ അത് പ്രശ്നമാക്കണ്ടേടാ ഇത്? എനിക്കറിയത്തില്ല. അവൻ അവിടെ പോയി സജസ്റ്റ് സംസാരിച്ച് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൻ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല. നമ്മളെന്ത് പറയാം? പിന്നീട് അവൻ അവിടെ പണിയാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് അവർ പേയ്മെന്റ് കൊടുത്താലേ ക്ലിയർ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവൻ കേസിന്റെ പുറകെ ഒന്നും പോയില്ല. കേസ് കൊടുത്തിരുന്നെങ്കിൽ അവന് സൊല്യൂഷൻ കിട്ടിയെന്നായിരുന്നു. പിന്നെ കൊണ്ടുപോയില്ല, ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഇളക്കി നോക്കിയപ്പം ഇതിൻ്റെ അകത്തൊരു 80% പാർട്സും ഡാമേജിലാണ്. എനിവേ ഗൈസ്, ഈ ഒരു വണ്ടിയുടെ ഓണറിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ നമ്മളാരും ഈ ഒരു അവസ്ഥയിലാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വണ്ടി വാങ്ങിക്കുന്നത്. എന്തോരം കഷ്ടപ്പെട്ട് മോഹിച്ചായിരിക്കാണ് ആ വണ്ടി എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അവസ്ഥയിലായി. ഇത് ഷോറൂമിൽ കൊടുത്ത് എന്തോ സംഭവിച്ചാണെന്ന് മാത്രം അറിയാം. കറക്റ്റായിട്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. എനിവേ വണ്ടിയിൽ നല്ല വർക്കുണ്ട്. ഇനി ഫുള്ള് ഇത് റെഡിയാക്കും. ജാനുവരിയിൽ എന്തോ പുള്ളിക്ക് ഫണ്ട് ശരിയായിട്ട് ഇതിൻ്റെ ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു CBR 250R ആണ്. ഈ വണ്ടിയുടെ ഇഷ്യൂ എന്തായിരുന്നടാ? ഇതിൻ്റെ ഫ്രണ്ട് ബോഡിയൊക്കെ പോയി. ഫ്രണ്ട് ബോഡിക്ക് ഓൾമോസ്റ്റ് 20K വില വരുന്നുണ്ട്. വർക്ക് ചെയ്യാൻ വെച്ചേക്ക് തന്നെ. സ്പെയർ മേടിക്കാൻ പൈസ ഇല്ല. തന്നെ അങ്ങനെ ഇരിക്കുകയാണല്ലേ?